ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹല. അല്ലാഹുമ്മ ഇന്നി നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളാണുള്ളത്. ഈ അക്ഷരങ്ങളെല്ലാം വ്യത്യസ്ത മഖ്റജിൽ നിന്ന് അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണിത് പുറപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ്റെ പാരായണം ശരിയായ രീതിയിൽ ആവാൻ വേണ്ടി നമ്മൾ ഈ അക്ഷരങ്ങളെ കൃത്യമായ ഏത് സ്ഥലത്തു നിന്നാണോ പുറപ്പെടുന്നത്, ഏത് ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നാണോ അത് പുറപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി, അതേപോലെ തന്നെ അക്ഷരങ്ങൾക്ക് പ്രത്യേകമായ സ്വഭാവങ്ങളുണ്ട്. ഓരോ അക്ഷരങ്ങൾക്കും പ്രത്യേകം സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നമ്മൾ അക്ഷരങ്ങളെ കൃത്യമായി ഉച്ചരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ്റെ പാരായണം യഥാവിധി ആണെന്ന് പറയാൻ പറ്റുന്നത്. ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുക നമുക്ക് നോക്കാം. ഒന്നാമത്തെ അക്ഷരം അലിഫാണ്. നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് അലിഫ്. അലിഫ് എന്നുള്ള അക്ഷരം അതേ രീതിയിൽ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. 2-3 രീതിയിൽ അലിഫിനെ നമുക്ക് ഖുർആനിൽ കാണാം. ഒന്ന്, മദ്ദക്ഷരമായിട്ട്, ഫതഹയെ നീട്ടാനുള്ള മദ്ദക്ഷരമായിട്ട് അലിഫിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹംസ എന്നുള്ള അക്ഷരത്തിൻ്റെ സീറ്റായിട്ട്, ഹംസയ്ക്ക് നിൽക്കാനുള്ള സീറ്റായിട്ട് അലിഫിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹംസത്തുൽ വസ്ലിൻ്റെ കൂടെയും, ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ അലിഫിൻ്റെ മുകളിലൊരു സ്വാദിൻ്റെ തല ഉള്ള ഒരു അക്ഷരമാണ്. അപ്പം ഇങ്ങനെ 2-3 രീതിയിലാണ് ഫതഹ അലിഫ് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പം അടുത്ത അക്ഷരം ബായാണ്. ബ 2 ചുണ്ടിൻ്റെയും നനഞ്ഞ ഭാഗത്തു നിന്നാണ് പുറപ്പെടുക. അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബ ഭാരം കുറഞ്ഞ അക്ഷരമാണ്. അപ്പോൾ നമ്മൾ ബ എന്ന് ഉച്ചരിക്കുക. അടുത്ത അക്ഷരം തായാണ്. തായും ഭാരം കുറഞ്ഞ അക്ഷരമാണ്. നാവിൻ്റെ തുമ്പ് മേലെ പല്ലിൻ്റെ മുരടിൽ തട്ടിച്ചുകൊണ്ടാണ് ഇതിനെ ഉച്ചരിക്കേണ്ടത്. നാവിൻ്റെ തുമ്പ്. അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ തായും എന്താണ്, ഭാരം കുറഞ്ഞ അക്ഷരമാണ്. അപ്പോൾ നമ്മൾ വായ പരത്തിയാണത്. ഭാരം കുറഞ്ഞ അക്ഷരത്തിനെ നമ്മൾ വായ പരത്തിയാണ് ഉച്ചരിക്കേണ്ടത്. താ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും. നാവിൻ്റെ തുമ്പ് തട്ടുന്നത് ഈ മേലെ പല്ലിൻ്റെ, മുൻപല്ലിൻ്റെ ആ പല്ല് പുറപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, ഊന്. പല്ല് പുറപ്പെടുന്ന അവിടെയാണത് തട്ടുന്നത്. അടുത്ത അക്ഷരം അപ്പം നാവിൻ്റെ തുമ്പ് മേലെ മുൻപല്ലിൻ്റെ അരികിൽ എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ എൻഡിലാണ് എന്ത് ചെയ്യുന്നത്, നാവിൻ്റെ തുമ്പ് തട്ടുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് മഖ്റജിൽ നാവിനെ അല്ലെങ്കിൽ പല്ലിൻ്റെ മുകളിൽ നാവിനെ എന്ത് ചെയ്യണം, ലൈറ്റായിട്ട് നമ്മൾ ടച്ച് ചെയ്യാവും. കൂടുതൽ ശക്തിയിൽ ടച്ച് ചെയ്താൽ നമുക്ക് എന്നുള്ളത് എൻ്റെ സ്വഭാവം മാറി വേറെ രീതിയിലാണ് നമുക്ക് അക്ഷരങ്ങളെ പുറത്തേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ നാവിൻ്റെ തുമ്പ് പല്ലിൻ്റെ അറ്റത്ത് വെച്ചിട്ട് പല്ലിൻ്റെ മേലെ മുൻപല്ലിൻ്റെ അറ്റം എൻഡിൽ വെച്ചിട്ടുണ്ട് എന്ന് ഉച്ചരിക്കുക. അടുത്ത അക്ഷരം ജീമാണ്. ജീമ് നാവിൻ്റെ മധ്യഭാഗം നേരെ അണ്ണാക്കിലോട്ട് തട്ടിച്ച്, അപ്പം
ജ എന്ന് പറയുന്ന സമയത്ത് നമുക്കവിടെ തട്ടിയിട്ടേ അത് ഉച്ചരിക്കാൻ പറ്റുള്ളൂ. ജ ജ. അപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാ അക്ഷരങ്ങളും ഭാരം കുറഞ്ഞ അക്ഷരങ്ങളാണ്. ബ, ത, സ, ജീം. അടുത്ത അക്ഷരം ഹ. ഹ. തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്ന് വരുന്ന അക്ഷരമാണ് ഹ. അത് നമ്മൾ വായ പരത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉച്ചരിക്കേണ്ടത്. ലൈറ്റായിട്ടുള്ള അക്ഷരമാണ്, ഭാരം കുറഞ്ഞ അക്ഷരമാണ്. അടുത്ത അക്ഷരം ഹോ. ഹോ. അപ്പോൾ നമ്മൾ ഈ 7 അക്ഷരത്തിലും ആകെ ഒരു ഭാരമുള്ള അക്ഷരമുള്ളത് ഹോ ആണ്. ഹോ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് വായ ഒരു ഗൗരവത്തിൽ അല്ലെങ്കിൽ എന്താണ് പരത്തി വെച്ചിട്ട് ഉച്ചരിക്കാൻ പാടില്ല. വായ നിറച്ച് ഉച്ചരിക്കണം. ഹോ ഹോ. അതേപോലെ തന്നെ ഹോയുടെ മഹ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അത് ഒരു സ്ക്രാച്ച് സൗണ്ട് അതിന് വരേണ്ടതുണ്ട്. ഹോ ഹോ. അടുത്ത അക്ഷരം ദാൻ. ദാൻ. നാവിൻ്റെ തുമ്പ് മേലെ മുൻപല്ലിൻ്റെ മുരടിൽ നമ്മൾ ത ഉച്ചരിച്ച് രണ്ടാമത്തെ അക്ഷരമായ ത ഉച്ചരിച്ച അതേ മഹ്റജിൽ നിന്നാണ് എന്ത് വരുന്നത്, ദാൻ. ദാൻ. രണ്ടും തമ്മിലുള്ള സ്വഭാവത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് രണ്ടിൻ്റെയും സൗണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് വ്യത്യസ്തമായി വരുന്നത്. ത, ത, ദാൽ. രണ്ടും ലൈറ്റ് ലെറ്ററാണ്, രണ്ടിൻ്റെയും മഹ്റജ് ഒന്നാണ്. പക്ഷേ നമ്മൾ പുറത്തേക്ക് വരുന്ന സൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഒന്ന് ത, മറ്റൊന്ന് ദാൽ. അപ്പോൾ ഈ 7 അക്ഷരമാണ് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഈ 7 അക്ഷരങ്ങളാണ്. ബ, ത, സ, ജീം, ഹ, ഹോ, ദാൽ. വിശുദ്ധ ഖുർആനിലെ ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാനും പാരായണം ചെയ്യാനും അതിലൂടെ റബ്ബിൻ്റെ തൃപ്തി നേടാനും നമുക്കെല്ലാവർക്കും, അതേപോലെ തന്നെ അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. ഭാരമുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ നാവിൻ്റെ പിറകുവശം ഉയർത്തി വായ നിറച്ച് ശബ്ദം കട്ടിയാക്കി ഉച്ചരിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്.